ഹിന്ദു ഉണർന്നാൽ ദേശമുണർന്നു എന്നുള്ളത് വിവിധ ഹൈന്ദവ സംഘടനകൾ കാലങ്ങളായി ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണ്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് നാം നോക്കുമ്പോൾ ആദ്യം കുംഭമേള സ്ഥിരമായി നടന്നിരുന്ന ഉത്തർപ്രദേശായിരുന്നു. ആ ഉത്തർപ്രദേശിന് പിന്നാലെ കമ്മ്യൂണിസം കൊടിവെത്തി വാഴുന്ന കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും പോലും കുംഭമേള നടന്നു. പക്ഷെ ഒരിക്കൽ പോലും ഹിന്ദുക്കൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരിടം, അതിന്റെ പേരാണ് കാശ്മീർ. ഇന്ന് കാശ്മീർ ആകെ മാറിയിരിക്കുന്നു. ആ കാശ്മീരിലും കുംഭമേള നടക്കുകയാണ്. 85 വർഷം മുമ്പ് ഇവിടെ കുംഭമേള നടന്നിരുന്നു. 1941 അവസാനം ഇവിടെ കുംഭമേള നടന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കുംഭമേള ജൂലൈ 15 മുതൽ ജൂലൈ 24 വരെ ഈ ജമ്മു കാശ്മീരിൽ നടക്കും. ജമ്മുവിൽ ഉള്ള ഗന്ദർബൽ ജില്ലയിലുള്ള ഷാദിപോറയിലാണ് ഈ കുംഭമേള നടക്കുന്നത്. മറ്റു കുംഭമേളയിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. ഇതിന് ദർശൻ കുംഭ് എന്നാണ് ഇതിന് അവർ നൽകിയിരിക്കുന്ന പേര്. അതായത് ഈ 10 ഗ്രഹങ്ങൾ ഒരേപോലെ ഒരേ സമയത്ത് എത്തുന്ന 10 അപൂർവ ആകാശ പ്രതിഭാസങ്ങൾ 10 വർഷത്തിലൊരിക്കൽ സംഭവിക്കാറുണ്ട്. ആ സംഭവിക്കുന്ന ദിനമാണ് ഈ പറയുന്ന കുംഭമേളയ്ക്കായി അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സിന്ധു നദിയുടെയും ഝലം നദിയുടെയും സംഗമ സ്ഥാനത്താണ് ഈ കുംഭമേള നടക്കുന്നത്. അവർ പറയുന്നത് ആത്മീയപരമായി ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുംഭമേള എന്നുള്ളത്. ഏതായാലും രാജ്യത്ത് വലിയ ഉണർവ് പ്രകടമാണ്. ആ ഉണർവ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. കുംഭമേള എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ പ്രയാഗ്രാജിലോ മറ്റിടങ്ങളിലോ മാത്രം നാം കേട്ടിരുന്നത് പിന്നീട് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും എത്തുന്ന ഒരു കാഴ്ച. കമ്മ്യൂണിസം കൊടിവെത്തി വാഴുന്ന പശ്ചിമ ബംഗാളിൽ നാം അത് കേട്ടു. ഇപ്പോഴാ ജമ്മു കാശ്മീരിന്റെ വിരുമാറിലും കുംഭമേള നടത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഹിന്ദു ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.